ഫിലദൽഫിയ ഫാമിലി മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഥയും അല്പം കാര്യമെന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു പണക്കാരനെ കുറിച്ചും അയാളുടെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ്. കഥയിലേക്ക് കടക്കാം. ഒരു ധനികനായ മനുഷ്യന് അസഹ്യമായി കണ്ണിന് വേദനയുണ്ടായി. അദ്ദേഹം പല ഡോക്ടർമാരെയും കാണിച്ചിട്ടും അസുഖത്തിന് ഒരു കുറവും വന്നില്ല. കുറേ മരുന്നുകൾ കഴിച്ചെങ്കിലും വേദനയ്ക്ക് ഒട്ടും കുറവ് വന്നില്ല. ദിവസം ചെല്ലുന്തോറും വേദന കൂടി വന്നു. അങ്ങനെ ഒരു നാൾ ഇത്തരം അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു സന്യാസിയുടെ അടുക്കലെത്തി തൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ സന്യാസിക്ക് ഈ അസുഖത്തിൻ്റെ കാര്യം പിടികിട്ടി. അദ്ദേഹം അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇനി കുറച്ചു നാളത്തേക്ക് പച്ച നിറങ്ങളിലേക്ക് മാത്രമേ നോക്കാവൂ, വേറൊരു നിറങ്ങളിലും നോക്കരുത്. ഇത് കേട്ട ആ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇത്തരം വിചിത്രമായ ചികിത്സയോ? അയാൾക്ക് ആശ്ചര്യം തോന്നി. എങ്കിലും തൻ്റെ കണ്ണിന് വേദന എങ്ങനെയെങ്കിലും കുറയണമെന്ന് കരുതി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്ന അയാൾ ആ വീട് മുഴുവൻ പച്ച നിറമാക്കി. വീട്ടിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ നോക്കുന്ന സാധനങ്ങളെല്ലാം പച്ച നിറമാക്കി. അങ്ങനെ ആ ചികിത്സ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്യാസി അയാളുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെയുള്ള വീടും സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം പച്ചനിറമാക്കിയത് കണ്ട് അതിശയിച്ചു. വളരെ ആശ്ചര്യത്തോടെ അദ്ദേഹം അയാളുടെ അടുക്കൽ ചെന്ന് ഇവിടെ മുഴുവൻ പച്ചനിറമാക്കിയതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് പച്ചനിറം മാത്രമേ കുറച്ചുനാൾ നോക്കാവൂ എന്ന്. അതിനാൽ ഞാൻ നോക്കുന്ന ഭാഗമെല്ലാം പച്ചനിറം അടിച്ചു. അപ്പോൾ ആ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ പച്ചനിറമാക്കി മാറ്റാൻ കഴിയുമോ? നിങ്ങൾക്ക് വെറും ഒരു പച്ച കണ്ണട വാങ്ങി വെച്ചാൽ പോരെ. ആ കണ്ണടയ്ക്ക് പകരം ഇത്രയും പണം ചിലവാക്കി പച്ചനിറമാക്കേണ്ടതുണ്ടോ? തുടർന്ന് ആ സന്യാസി പറഞ്ഞു, ഈ ലോകമോ ലോകത്തിൻ്റെ രൂപമോ മുഴുവൻ നമ്മുടെ രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തരമാണ്. പകരം സ്വയം മാറാൻ ശ്രമിക്കുക. നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ ലോകം നമ്മുടെ മുൻപിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തെളിഞ്ഞു കാണാം. ഇത് പലപ്പോഴും എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റി ഒന്ന് ചിന്തിക്കൂ. അത് പല കാര്യങ്ങൾക്കും പരിഹാരം കിട്ടും. കാഴ്ചപ്പാടിൻ്റെ മറ്റൊരവസ്ഥയാണ് മനോഭാവം എന്നതും. ഇതിനെക്കുറിച്ച് വിശുദ്ധ തിരുവചനത്തിൽ റോമർ 12:2 ഇപ്രകാരം വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമ്മുടെ മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും പുതുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് നല്ല നിലയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.